അല്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക? അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനിലെ സീക്രട്ട് ഒരിക്കലും അല്ല. ഈ പറയുന്ന 3 പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ഈ 3 പേരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ നിയമത്തിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. അത് നിയമം ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്ത് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് കണ്ടിട്ടില്ല. ഇത് മറ്റൊരാളുടെ കാര്യമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിന് അന്നും ഇന്നും കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. നമുക്കറിയാം എം എ ഷഹനാസിനെയും അതുപോലെ റിനി ആൻ ജോർജിനെയൊക്കെ കണ്ടം വഴി ഓടിച്ച ഒരേ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇഷ്ടമുള്ള ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇഷ്ടപ്പെടുന്നു എന്നറിയാനാണ്. അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒന്നുമല്ല, രാഹുലിനെ കാണാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രാഹുലുമായിട്ടൊരു ലൈവിൽ വരാനും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേരെ. അപ്പോൾ ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേറെ ആർക്കും രാജൻ ജോസഫിനെതിരെയാണ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ആരോപണം വന്ന പിറ്റേന്ന് തൊട്ട് രാഹുലിനെതിരെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിങ്ങനെ ഘോരമായിട്ട് സംസാരിക്കുന്ന ഓരോ ഇല്ലാത്ത കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി എടുത്തുകൊണ്ട് വന്ന് എന്നതിൽ നട്ടക്കുറുക്കാത്ത നുണയെന്നൊക്കെ പറയുമല്ലോ, ആ നുണകൾ അടിച്ചിറക്കി വിട്ടുകൊണ്ടിരുന്ന ഒരു ടീമാണ് ഈ രാജൻ ജോസഫ്. ഇല്ലാത്ത കഥകൾ രാഹുലിനെ എത്രമാത്രം മോശക്കാരനാക്കാവോ അത്രമാത്രം മോശക്കാരനാക്കുന്ന രീതിയിൽ ഇല്ലാത്ത കഥകളൊക്കെ വന്ന് കെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാജൻ ജോസഫ്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടു തുടങ്ങിയാരെ. അപ്പോൾ ഈ രാജൻ ജോസഫിന് ഇഷ്ടമല്ലാത്ത ആളുകളൂടി ലൈക്ക് അടിക്കണേ വീഡിയോ. അപ്പം അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ടുമായിട്ട് മുമ്പോട്ട് വന്ന സമയത്ത് ഈ രാജൻ ജോസഫ് ഇയാൾ എന്താ ചെയ്തതെന്നറിയോ? ശ്രീനാദേവി കുഞ്ഞമ്മയും ഈ രാഹുലിനെയും കൂടെ ചേർത്തിട്ട് ഇയാൾ അപവാദം പറഞ്ഞുണ്ടാക്കൽ തുടങ്ങി. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എങ്ങനെ അറിയാം രാഹുലിൻ്റെ കാര്യങ്ങൾ? ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനി ആൻ ജോർജിൻ്റെ 12:30-ക്കുള്ള രാത്രിയിലുള്ള മറ്റേ ടെലിഗ്രാമിൻ്റെ സീക്രട്ട് ചാറ്റൊക്കെ പുറത്തു കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ പറയാം രാഹുലും ഇവരും തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പിന്നെ അത് ആ രീതിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും അന്ന് തൊട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല കണക്കിന് ഇങ്ങാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം പുള്ളി ഒളിവിലാണ്. അപ്പോൾ നമുക്കറിയാലോ ഇയാൾക്ക് വേണ്ടിയിട്ട് കഥകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകളൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരുന്ന ടീമുമായിട്ട് ഇയാൾ അടിയുണ്ടാക്കി. ഇപ്പം അയാളെയും കണ്ട് അടിച്ച് ഇപ്പം ഇയാൾ മുങ്ങി ഒളിവിലാണ്. അപ്പം പുള്ളിയെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ശ്രീനാദേവി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചാവും. എന്തായാലും ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഈ മാലിന്യം ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 21 ദിവസമായെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടേക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വന്തം അമ്മയെക്കുറിച്ച് പോലും അവിഹിത കഥകൾ മാത്രം പറഞ്ഞിരുന്ന യൂട്യൂബർ രാജൻ എന്ന മാലിന്യം ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 21 ദിവസമായി. ശരിയാണ്, ഇയാൾക്ക് വായെടുത്തു കഴിഞ്ഞാൽ ഇയാൾ അവിഹിതം മാത്രമേ പറയത്തുള്ളൂ. രാഹുലിൻ്റെ കേസിനകത്തും അതാണ് കണ്ടത്. ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴും ഇയാൾ അതാണ് അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. അതാകുമ്പോഴത്തേക്ക് ആളുകൾ കാണുമല്ലോ. അവിഹിതമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാ ആളുകളും ഓടി എവിടെന്നെങ്കിലുമൊക്കെ കുറ്റിയും പറിച്ച് എവിടെന്നെങ്കിലുമൊക്കെ വരുമല്ലോ. കാരണം മലയാളികളെ ഏറ്റവും വലിയ ഒരു കുഴപ്പം അതാണ്. KSU മുൻ മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദർശ് മുക്കടയെ മർദ്ദിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ആദർശ് മുക്കടയെ മർദ്ദിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ഭയന്ന് മാളത്തിൽ ഒളിച്ചതാണ് ഈ അപമാന്യദേഹം. അപ്പോൾ ഈ ആദർശ് മുക്കട പുള്ളിയുടെ ഭാവിയിൽ രചിച്ച് എടുത്ത കുറേ കഥകളാണ്. അത് ഉള്ള കഥകളൊന്നുമല്ല, ഇല്ലാത്ത കുറേ രചിച്ചെടുത്ത കഥകളാണ് ഇയാൾ ഈ രാജൻ ജോസഫിനോട് ചെന്ന് പറഞ്ഞത്. രാജൻ ജോസഫ് ഇതെല്ലാം കണ്ണുടച്ച് വിശ്വസിച്ച് രാഹുലിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മറ്റേയാൾ എഴുതി ഇത് ഭാവിയിൽ രചിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഭാവനയിൽ ഉണ്ടാക്കി കൊടുത്ത കഥയാണെന്ന് ഇങ്ങാർക്ക് അറിയത്തില്ലായിരുന്നു. ഈ പൊട്ടൻ എന്താണെന്നറിയോ? ഈ പൊട്ടൻ ഈ ആദർശ് മുക്കടയെ വിശ്വസിച്ച് അതെല്ലാം വന്നിരുന്നൊരു ചാനലിനകത്തങ്ങ് തള്ളി. അവസാനം ഈ ആദർശ് മുക്കടയും ഈ രാജൻ ജോസഫും തമ്മിൽ ഉടക്കി. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലാസ്റ്റ് രാജൻ ജോസഫ് ഈ ആദർശ് മുക്കടയെ കണ്ട് അടിക്കുക ചെയ്ത് അങ്ങനെ
ഇയാൾ എന്നിട്ട് പരാതി കൊടുത്തു. ഇപ്പോൾ രാജൻ ജോസഫിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ ആരൊക്കെ പുറവിൽ നിന്ന് കളിച്ചോ അവരെ എല്ലാ അവസ്ഥ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, അല്ലേ? ഓക്കെ, ബാക്കിയോടെ വായിക്കാം. ഫേസ്ബുക്കാണ് കോടതി എന്ന് വിചാരിച്ച ഈ മാലിന്യത്തിനെതിരെ യാഥാർത്ഥ കേസ് വന്നപ്പോൾ വായും ഫേസ്ബുക്കും പൂട്ടി ഓടിയിരിക്കുകയാണ്. കണ്ടുകിട്ടുന്നവർ അദ്ദേഹത്തിൻ്റെ കരണത്തൊന്ന് കൊടുക്കരുത് എന്നും പരിക്കേൽപ്പിക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്താല്ലേ, സത്യം പറഞ്ഞാൽ സീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ നട്ടലുള്ളൊരു നിലപാടുള്ളൊരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക തന്നെയാണ്. ഒരു ഫ്യൂച്ചറിലൊരു MLAയോ അല്ലെങ്കിൽ നല്ല കഴിവുള്ളൊരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പക്വതയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഓരോ വിഷയങ്ങളിൽ സംസാരിക്കുന്ന രീതിയും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവരെ പോലുള്ള ആളുകൾ ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലേക്ക് കയറി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാനിവിടെ ഇത് മറുനാടൻ സയൻസ് സെക്രട്ടറിക്കൊരു ഇൻ്റർവ്യൂ ഈ സീനാദേവി കുഞ്ഞമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ സീനാദേവി കുഞ്ഞമ്മ ഈ റിനിയെ പറ്റിയിട്ട് പറയുന്നത്. രാത്രി 12:30 ടെലിഗ്രാമിൽ വായോ രാഹുൽ മോനെ നമുക്ക് സീക്രട്ട് ചാറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ അതിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. മറുനാടന് കൊടുത്തിട്ടൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിനകത്ത് അതിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. സീനാദേവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കെ. ചാനലുകൾക്ക് മുമ്പിൽ രംഗത്ത് വരുന്നു, സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നു. ഇതിനിടയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മറുനാടനും മറ്റൊരു ഓൺലൈൻ ചാനലിനും അഭിമുഖം കൊടുക്കുന്നു. ഈ അഭിമുഖത്തിൽ റിനി ആൻഡ് ജോർജിന്റെ പേര് പറയാതെ വളരെ വ്യക്തമായി റിനിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രിയിൽ ടെലിഗ്രാം ചാറ്റ് റൂമിലേക്ക് ക്ഷണിച്ചതും വീഡിയോ കോൾ ചെയ്തതും ആരെ എന്ന ചോദ്യം ഉന്നയിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നത്. മറുനാടൻ അഭിമുഖത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ ആ ഭാഗം ഇങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയായിട്ട് വന്ന ഒരാളുണ്ട്. ഞാൻ അവരുടെ പേരോ ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരു യൂട്യൂബ് ചാനലിലാണെന്ന് തോന്നുന്നു കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ആ ലേഡി പറയുന്നൊരു വാചകം, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. 24 മണിക്കൂറിനകം തന്നെ എനിക്ക് മനസ്സിലായി. തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും രീതിയിൽ കുറ്റപ്പെടുത്തുകയും തുടർന്ന് അത് അക്ഷമമായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിനുശേഷം ഏതൊരു വിഷയം വന്നാലും ഈ വിഷയത്തിൽ എപ്പോൾ വന്നാലും ഒരു വക്താവ് എന്നുള്ള നിലയിൽ മറുപടി പറയുന്നു. സഹോദരിമാരെ സംരക്ഷിക്കുക എന്ന സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരാൾ രാത്രി ഏതാണ്ട് 12:30 മണി സമയത്ത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക? അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. ടെലഗ്രാം എന്ന ആപ്ലിക്കേഷന്റെ സീക്രട്ട് ഒരിക്കലും അല്ല. ഈ പറയുന്ന 3 പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 പേരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ നിയമത്തിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. അത് നിയമം ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്ത് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് കണ്ടിട്ടില്ല. ഇത് മറ്റൊരാളുടെ കാര്യമാണ്. ഇതിന്റെ മുന്നണി പോരാളിയായിട്ട് അവതരിക്കുന്ന ഒരാൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യമില്ല, താല്പര്യപ്പെടുന്നില്ല. ഞാൻ പേര് പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ രാത്രി 12:30 മണിക്ക് എന്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിനൊക്കെ എത്രയോ ശേഷം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. എന്താണ് ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ഒരു ഇൻവിറ്റേഷൻ റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയുന്നതും സംഭവിച്ചതും രണ്ടും രണ്ടാണെങ്കിൽ, വാക്കും പ്രവൃത്തിയും 2 ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകളുണ്ട് എന്നുള്ള സംശയത്തിന് നമുക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനിയുടെ വാ മാത്രമല്ല അടപ്പിച്ചിട്ടുള്ളത്, MA ഷഹനാസിൻ്റെ വായും അടപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ രാഹുൽ 24-നൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആഷ്മിക്ക്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുത്ത് പിറ്റേന്ന് തന്നെ കുഴി പൊട്ടിയിട്ട് MA ഷഹനാസ് വന്നിരുന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ പിന്നെ MA ഷഹനാസ് ഇങ്ങനെ തുരുതരാന്ന് ഫേസ്ബുക്കിനകത്തൊക്കെ രാഹുലിനെതിരെ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ രാഹുലിനെതിരെ ഇങ്ങനെ രംഗത്ത് വന്നേക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനെതിരെയും ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ, ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം. അത് നിങ്ങൾ കണ്ടുനോക്കുക. അത് സയൻസ് സെക്രട്ടറി പറയുന്നത് തന്നെയാണ്, നിങ്ങളൊന്ന് കണ്ടുനോക്കേ. ശ്രീനാദേവി കുഞ്ഞമ്മ ഷഹനാസിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത്, ആ പോസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ വൈറലായി. ആ പോസ്റ്റിന് ഉത്തരം ഷഹനാസ് പറയുന്നത് കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ശ്രീനാദേവിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും
ഷഹനാസ് MA എന്ന് പേരുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു ആദ്യ സെൻറ്റൻസിൽ തന്നെ നിഗൂഢമായ അർത്ഥങ്ങളുണ്ട്. അതായത് എനിക്ക് ഷഹനാസിനെ അറിയില്ല, ഞാൻ മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കേട്ടതാണ് എന്നുള്ള പ്രഖ്യാപനം. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനുമിടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണ കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ അവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷെ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിലില്ല എന്ന്. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടമിടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിളവിടുന്ന പടമിടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ ഓക്കെ കണ്ടല്ലോ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അന്നും ഇന്നും പുള്ളിക്കാരി കട്ടയ്ക്ക് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ശ്രീനാദേവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത്, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.